ഹലോ, നമ്മുടെയൊക്കെ വീട്ടിൽ പഴയ കാർഡ്ബോർഡ് ബോക്സ് ഉണ്ടാകൂലേ? അപ്പോൾ അത് വെച്ചിട്ട് ഇതുപോലെ ഒരു അടിപൊളി ഓർഗനൈസർ ബോക്സ് നമുക്ക് ഉണ്ടാക്കിയെടുത്താലോ? വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 57 ഇഞ്ച് നീളവും 10.5 ഇഞ്ച് വീതിയുള്ള ഒരു ക്ലോത്താണ്. ഇത് ബോക്സിൻ്റെ പുറം വശത്തേക്കുള്ളതാണ്. ഇനി ലൈനിങ് ആയിട്ട് എടുത്തിട്ടുള്ളത്, അതായത് ഉൾവശം അടിക്കാൻ വേണ്ടിയിട്ട് എടുത്തത് സെയിം പീസ് തന്നെയാണ്, പക്ഷെ അതിൻ്റെ കൂടെ ഒരു 4 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ വീതി വന്നിട്ട് 13.5 ഇഞ്ചാണ് ടോട്ടൽ വീതി ഉള്ളത്. നീളം രണ്ടിൻ്റെതും സെയിം ആണ്. ഇനി നമുക്ക് വേണ്ടത് ഒരു 5 കാർഡ്ബോർഡ് പീസസ് ആണ്. 2 ബോക്സിന് 2 സൈഡിലേക്കും 2 പീസ് വീതി വരുന്ന വശത്തേക്കും പിന്നെ ഒരു പീസ് വരുന്നത് ബോക്സിൻ്റെ അടിഭാഗത്തേക്കും ഉള്ളതാണ്. ബോക്സിൻ്റെ 2 സൈഡ് വശങ്ങളിലേക്കായിട്ട് 46 സെൻറ്റിമീറ്റർ നീളവും 22 സെൻറ്റിമീറ്റർ വീതിയുള്ള 2 പീസസ്. ഇനി ബോക്സിൻ്റെ വീതി വരുന്ന ഭാഗത്തേക്ക് ഉള്ളത് 26 സെൻറ്റിമീറ്റർ നീളവും 22 സെൻറ്റിമീറ്റർ വീതിയുള്ള 2 പീസസും. ഇനി ബോക്സിൻ്റെ അടിവശത്തേക്കുള്ളതാണ്. അതിൻ്റെ നീളം വന്നിട്ട് 46 സെൻറ്റിമീറ്ററും അതിൻ്റെ വീതി 26 സെൻറ്റിമീറ്ററുമാണ്. സെയിം കളർ പീസാണ് ലൈനിങ്ങിനും എടുത്തത് എന്നുള്ളതുകൊണ്ടാണ് ഒരു വേറെ ഡിഫറെൻറ്റ് കളർ പീസ് സൈഡിൽ ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ നിങ്ങൾ ഡിഫറെൻറ്റ് കളർ പീസാണ് ലൈനിങ്ങിന് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലെ 57 ഇഞ്ച് നീളവും ടോട്ടൽ 13.5 ഇഞ്ച് വീതിയുള്ള ഒരു പീസ് ലൈനിങ്ങിനായിട്ട് എടുത്താൽ മതി. ഇനി ആദ്യം നമുക്ക് ഈ 2 പീസിൻ്റെയും സൈഡ് വശങ്ങൾ യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് നല്ല വശങ്ങൾ ചേർത്ത് വെച്ചതിന് ശേഷം ഇതിൻ്റെ റോങ് സൈഡിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ 2 പീസസിൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് അതിൻ്റെ സൈഡുകൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഉണ്ടോ, ഇതുപോലെ 2 പീസിൻ്റെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഈ 2 പീസിൻ്റെയും ഒരു സൈഡ് നമുക്കൊന്ന് മടക്കി തയ്ച്ച് കൊടുക്കാം. ഇപ്പോൾ 2 പീസസിൻ്റെയും ഒരു സൈഡ് മാത്രം ഒന്ന് മടക്കി തയ്ച്ച് കൊടുത്തിട്ടുണ്ട്. ഈ 2 പീസും ഒന്ന് ഒരുമിച്ച് ചേർത്ത് വെക്കാം. അപ്പോൾ അതിനായിട്ട് ഔട്ടർ സൈഡിലേക്ക് എടുത്തിട്ടുള്ള പീസിൻ്റെ ഉള്ളിലേക്ക് ഈ ലൈനിങ്ങിൻ്റെ പീസ് നമ്മൾ ചേർത്ത് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ രണ്ടിൻ്റെയും ചീത്ത വശങ്ങൾ ഒരുമിച്ച് വരുന്ന രീതിയിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ വെച്ചതിന് ശേഷം ഈ 2 പീസും കൂടെ ചേർത്തിട്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. അത് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു റഫ് സ്റ്റിച്ച് അതിൽ കൊടുക്കാവുന്നതാണ്.
ഇനി നമുക്ക് ബോക്സിൻ്റെ സൈഡ് വശത്തേക്ക് വരുന്ന ഒരു കാർഡ്ബോർഡ് പീസ് എടുത്ത് ക്ലോത്തിൽ ഇതുപോലെ വെച്ചിട്ട് രണ്ട് സൈഡും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീതി വരുന്ന സൈഡിലേക്കുള്ള പീസ് എടുത്തതിന് ശേഷം ഇതുപോലെ വെച്ചിട്ട് നേരത്തെ മാർക്ക് ചെയ്ത് ആ പ്ലേസിൽ വെച്ചിട്ട് അതിൻ്റെ മറ്റേ എൻഡും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഇതിൻ്റെ അടുത്ത സൈഡിലും ഈ രണ്ട് പീസുകളും മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതുപോലെ 4 പീസുകളും നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ട് ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്ത ഓരോ ലൈനും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതായത് ലൈനിങ്ങും മേലത്തെ പീസും ചേർത്ത് വെച്ചതിന് ശേഷം ഈ ഓരോ ലൈനിലേക്കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്ന എല്ലാ ലൈനുകളും ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോക്സിൻ്റെ അടിഭാഗത്തേക്കുള്ള പീസ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ വീതി വന്നിട്ട് 11.5 ഇഞ്ചും നീളം 19 ഇഞ്ചുമാണ്. ഇനി ഈ പീസുമായിട്ട് നമ്മുടെ ബോക്സിൻ്റെ സൈഡിലേക്ക് വരുന്ന പീസുകളൊന്ന് യോജിപ്പിച്ചെടുക്കാം. അതിനായിട്ട് 2 പീസസിൻ്റെയും വീതി വരുന്ന വശങ്ങളാണ് ചേർത്ത് വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് പിൻ ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിന് നീളത്തിൽ വരുന്ന വശം കൂടെ 2 പീസും ചേർത്ത് വെച്ചതിന് ശേഷം ഒന്ന് പിൻ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ പിൻ ചെയ്ത ഭാഗത്തിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിന് ചുറ്റുവശവും സ്റ്റിച്ച് ചെയ്തെടുക്കണേ. ഇപ്പോൾ ഞാനിവിടെ ഇതിന് 4 സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് അതിൻ്റെ കോർണേഴ്സൊക്കെ ഒന്ന് ശരിയാക്കിയെടുക്കാം. ഇനി നമുക്ക് ഓരോ കാർഡ്ബോർഡ് പീസും ഈ ഗ്യാപ്പിലൂടെ ഇങ്ങനെ ഇറക്കി കൊടുക്കാം. അതിന് നീളവും വീതിയൊക്കെ വരുന്ന ഭാഗത്തേക്ക് അതിന് കറക്റ്റ് പീസസ് തന്നെ വെച്ചിട്ട് ഇതുപോലെ ഇറക്കി കൊടുക്കുക. എന്താ 4 സൈഡിലെ പീസും ഉള്ളിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തു. ഇനി ലൈനിങ്ങിൻ്റെ ആ ബോർഡർ ഒന്ന് നല്ല വശത്തേക്ക് തിരിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബോക്സ് ശരിയായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉൾവശത്തേക്ക് വെക്കാനുള്ള പീസാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ബോക്സിൻ്റെ അടിഭാഗത്തേക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ക്ലോത്ത് എടുത്തിട്ട് 2ആയിട്ട് മടക്കി വെക്കുക. എന്നിട്ട് നമ്മൾ അടിഭാഗത്തേക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ച് കാർഡ്ബോർഡിൻ്റെ പീസ് എടുത്തിട്ട് ഇതിന് മേലെ വെച്ച് സൈഡിലൂടെയൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ മാർക്ക് ചെയ്തതിൽ നിന്നും 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് വിട്ടിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്ന് വെച്ചാൽ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്യാപ്പാണ്. അതിനുശേഷം ഇതിൻ്റെ ഒരു എൻഡ് നമുക്കൊന്ന് മടക്കി തയ്ച്ച് കൊടുക്കുക. എന്നിട്ട് ബാക്കി വരുന്ന 3 സൈഡും ഒന്ന് ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക.
ഇനി നമുക്ക് ഈ പീസ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അതായത് നല്ല വശം പുറത്തേക്ക് വരുന്ന രീതിയിലൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് കോർണേഴ്സൊക്കെ ഒന്ന് ശരിയാക്കിയതിന് ശേഷം നമുക്ക് ഈ കാർഡ്ബോർഡ് പീസ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി കൊടുക്കാം. ഇനി ഈ പീസ് നമുക്ക് ബോക്സിൻ്റെ അടിഭാഗത്തേക്കായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റോറേജ് ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കുട്ടികളുടെ ടോയ്സ് ഇട്ട് വെക്കാനാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ വാർഡ്രോബ്സിലൊക്കെ ഡ്രസ്സുകളൊക്കെ മടക്കിയിട്ട് വെക്കാനാണെന്നുണ്ടെങ്കിലും എല്ലാം നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ബോക്സാണ്. ഒന്നുകൂടെ ഭംഗിക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ലൈസൊക്കെ വെച്ചിട്ട് സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുകയും കൂടി ചെയ്യണം. താങ്ക് യു.